ശാന്തമായ ശക്തിഗ്രാമത്തിൽ വിവേകിയായ ഒരു സെൻഗുരു അന്യ തൻ്റെ സമർപ്പിത വിദ്യാർത്ഥിയായ അർജുനുമായി ആഴത്തിലുള്ള സംഭാഷണത്തിൽ ഏർപ്പെട്ടു. സൂര്യൻ ഗ്രാമത്തിനു മേൽ ഊഷ്മളമായ പ്രകാശം പരത്തുമ്പോൾ ശാക്തീകരണത്തിൻ്റെ യാത്രയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ പങ്കുവയ്ക്കാൻ അവർ തുടങ്ങി. യഥാർത്ഥ ശക്തിയിലേക്ക് നയിക്കുന്ന 5 നിയമങ്ങൾ അനാവരണം ചെയ്തു. അർജുൻ, മാസ്റ്റർ, ആന്യ തുടങ്ങി. യഥാർത്ഥ ശക്തി എന്നത് ആധിപത്യത്തെക്കുറിച്ചല്ല, മറിച്ച് ഉള്ളിലെ ശക്തിയെ മനസ്സിലാക്കാനും ഉപയോഗിക്കാനുമാണ്. നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ യഥാർത്ഥ ശാക്തീകരണത്തിലേക്കുള്ള പാത തുറക്കുന്ന 5 നിയമങ്ങളുടെ കഥ ഞാൻ നിങ്ങളുമായി പങ്കിടട്ടെ. അർജുൻ ഉപദേശങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറായി. യഥാർത്ഥ ശക്തിയുടെ രഹസ്യങ്ങൾ അനാവരണം ചെയ്യാനുള്ള ആകാംക്ഷയോടെ ബോധിവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്നു. ശക്തിയുടെ ഹൃദയത്തിൽ കാവ്യ എന്നൊരു യുവതി ജീവിച്ചിരുന്നു. മാസ്റ്റർ ആന്യ കഥ പറഞ്ഞു തുടങ്ങി. കാവ്യയുടെ യാത്ര സ്വയം കണ്ടെത്തലും ആധികാരിക ശക്തിയുടെ അന്വേഷണവുമായിരുന്നു. ജീവിതത്തിൻ്റെ വെല്ലുവിളികളിലൂടെ സഞ്ചരിക്കുമ്പോൾ യഥാർത്ഥ ശാക്തീകരണം ഒരാളുടെ അസ്തിത്വത്തിൻ്റെ ആഴങ്ങളിൽ കുടികൊള്ളുന്നുവെന്ന് അവൾ മനസ്സിലാക്കി. 5 നിയമങ്ങളിൽ ഉൾച്ചേർത്ത ജ്ഞാനത്തിൻ്റെ ചുരുളഴിക്കാൻ ഉത്സുകനായ അർജുൻ കാവ്യയുടെ പാത വിഭാവനം ചെയ്തു. 1. സ്വയം അറിവിൻ്റെ ഭരണം. ആത്മവിജ്ഞാനത്തിൻ്റെ നിയമത്തിലേക്ക് ആഴ്ന്നിറങ്ങിയാണ് കാവ്യ തൻ്റെ യാത്ര ആരംഭിച്ചത്. മാസ്റ്റർ തുടർന്നു. യഥാർത്ഥ ശക്തി ആരംഭിക്കുന്നത് സ്വയം മനസ്സിലാക്കുന്നതിൽ നിന്നാണ്. ശക്തികൾ, ബലഹീനതകൾ, ഭയങ്ങൾ, അഭിലാഷങ്ങൾ. ശാക്തീകരണത്തിൻ്റെ അടിസ്ഥാനം സ്വന്തം ഹൃദയത്തിൻ്റെ ഭൂപ്രകൃതി അറിയുന്നതിലാണെന്ന് തിരിച്ചറിഞ്ഞ് കാവ്യ സ്വയം അവബോധം തേടി. അർജുൻ ആധികാരിക ശക്തിയെ പിന്തുടരുന്നതിൽ ആത്മജ്ഞാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിച്ചു. 2. അനുകമ്പയുള്ള ശക്തിയുടെ ഭരണം. കാവ്യ പുരോഗമിച്ചപ്പോൾ അവൾ അനുകമ്പയുള്ള ശക്തിയുടെ ഭരണം സ്വീകരിച്ചു. മാസ്റ്റർ ആന്യ പറഞ്ഞു, യഥാർത്ഥ ശക്തി എന്നത് ശക്തിയെക്കുറിച്ചല്ല, കരുണയിൽ വേരൂന്നിയ ശക്തിയെ വളർത്തിയെടുക്കലാണ്. തൻ്റെ ബോധ്യങ്ങളിൽ ഉറച്ചു നിൽക്കുമ്പോൾ മറ്റുള്ളവരെ ഉയർത്താനുള്ള കഴിവാണ് കാരുണ്യത്തിൻ്റെ സത്തയെന്ന് കാവ്യ മനസ്സിലാക്കി. അനുകമ്പയിൽ അധിഷ്ഠിതമായ ശക്തിയുടെ പരിവർത്തന സാധ്യതകൾ അർജുൻ തിരിച്ചറിഞ്ഞു. വ്യക്തിപരമായ ശാക്തീകരണത്തിൽ അതിൻ്റെ സ്വാധീനത്തെക്കുറിച്ച് ചിന്തിച്ചു. 3. റൂൾ ഓഫ് റെസിലിയൻസ്. വെല്ലുവിളികളെ അഭിമുഖീകരിച്ച് കാവ്യ റൂൾ ഓഫ് റെസിലിയൻസ് പ്രയോഗിച്ചു. മാസ്റ്റർ പങ്കുവച്ചു. യഥാർത്ഥ ശാക്തീകരണത്തിന് തിരിച്ചടികളിൽ നിന്ന് തിരിച്ചു വരാനുള്ള കഴിവ് ആവശ്യമാണ്. പ്രതിരോധം എന്നത് ബുദ്ധിമുട്ടുകളുടെ അഭാവമല്ല, മറിച്ച് ഓരോ വീഴ്ചയ്ക്ക് ശേഷവും ശക്തമായി ഉയരാനുള്ള കഴിവാണ്. വെല്ലുവിളികളെ വളർച്ചയ്ക്കുള്ള അവസരങ്ങളായി സ്വീകരിച്ചുകൊണ്ട് കാവ്യ മനസ്സിലാക്കി. ശാശ്വതമായ ശക്തി കെട്ടിപ്പടുക്കുന്നതിൽ അതിൻ്റെ പങ്ക് മനസ്സിലാക്കി. ജീവിതത്തിൻ്റെ വഴിത്തിരിവുകളിൽ നാവിഗേറ്റ് ചെയ്യുന്നതിൽ പ്രതിരോധശേഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അർജുൻ പ്രതിഫലിപ്പിച്ചു. 4. ആധികാരിക പ്രകടനത്തിൻ്റെ നിയമം. കാവ്യ ആധികാരികമായ ആവിഷ്കാര നിയമത്തെ സ്വീകരിച്ചു. മാസ്റ്റർ ആന്യ തുടർന്നു. അംഗീകാരമോ അനുരൂപമോ ആവശ്യമില്ലാതെ തന്നെ ആധികാരികമായി പ്രകടിപ്പിക്കുന്നതിൽ നിന്നാണ് യഥാർത്ഥ ശക്തി ഉണ്ടാകുന്നത്. ആധികാരികത യഥാർത്ഥ ബന്ധങ്ങളെ ആകർഷിക്കുന്ന ഒരു കാന്തികമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സത്യസന്ധതയോടെയും ദയയോടെയും തൻ്റെ സത്യം പറയാൻ കാവ്യ പഠിച്ചു. അർത്ഥവത്തായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിൽ അതിൻ്റെ പങ്ക് തിരിച്ചറിഞ്ഞുകൊണ്ട് വ്യക്തിശാക്തീകരണത്തിൽ അഗാധമായ ആവിഷ്കാരത്തിൻ്റെ സ്വാധീനം അർജുൻ പരിഗണിച്ചു. 5. തുടർച്ചയായ പഠനത്തിൻ്റെ നിയമം. കാവ്യ തൻ്റെ യാത്ര തുടരുമ്പോൾ അവൾ തുടർച്ചയായ പഠനത്തിൻ്റെ നിയമപ്രകാരം ജീവിച്ചു. മാസ്റ്റർ വിവരിച്ചു. യഥാർത്ഥ ശക്തി എന്നത് ജിജ്ഞാസയിലും വളർച്ചയിലും വളരുന്ന ഒരു ചലനാത്മക ശക്തിയാണ്. അറിവ് തേടുന്നത് ശാക്തീകരണത്തിൻ്റെ ശാശ്വതമായ ഉറവയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കാവ്യ പുതിയ ആശയങ്ങൾ, അനുഭവങ്ങൾ, കാഴ്ചപ്പാടുകൾ എന്നിവയ്ക്കായി തുറന്നിടുന്നു. സുസ്ഥിരവും വികസിക്കുന്നതുമായ ശക്തിയുടെ താക്കോലായി തുടർച്ചയായ പഠനത്തിൻ്റെ പ്രാധാന്യം അർജുൻ സ്വീകരിച്ചു. മാസ്റ്റർ അനിയ അർജുനിലേക്ക് തിരിഞ്ഞു പറഞ്ഞു. അർജുൻ, 5 നിയമങ്ങൾ, ആത്മജ്ഞാനം,
അനുകമ്പയുള്ള ശക്തി, പ്രതിരോധം, ആധികാരികമായ ആവിഷ്കാരം, തുടർച്ചയായ പഠനം, യഥാർത്ഥ ശാക്തീകരണത്തിൻ്റെ രൂപരേഖ രൂപപ്പെടുത്തുന്നു. ഈ നിയമങ്ങൾ സ്വീകരിക്കുക. നിങ്ങൾ ശക്തിയുടെ ഉറവ കണ്ടെത്തും. ഉള്ളിൽ നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ ചുറ്റുമുള്ളവരെയും ഉയർത്തുന്ന ഒരു ശക്തി. തൻ്റെ ഉള്ളിൽ ജ്ഞാനത്തിൻ്റെ അനുരണനം അനുഭവിച്ച് അർജുൻ നന്ദിയോടെ തലകുനിച്ചു. ബോധിവൃക്ഷത്തിൻ്റെ സാന്നിധ്യം ഉപേക്ഷിച്ചപ്പോൾ യഥാർത്ഥ ശക്തി ബാഹ്യമായ ഒരു കീഴടക്കലല്ല, മറിച്ച് സ്വയം കണ്ടെത്തലിൻ്റെയും അനുകമ്പയോടുള്ള വളർച്ചയുടെയും ആന്തരിക യാത്രയാണ് എന്ന ധാരണ അദ്ദേഹം തന്നോടൊപ്പം വഹിച്ചു. If you love to watch this video, you can like, share and subscribe.